ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടോ? റീൽസ് ഇന്ന റീൽ, ഈ മലയാളം റീൽസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഇതില്. ഇതിന്റെ ഇടയിൽ ഞാനൊരു തൊഴിലുറപ്പിന്റെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഓൾമോസ്റ്റ് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീലായിരുന്നു. എന്നാലും 1 മില്യൺ അടിച്ചു അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് പോയി. ഇനിയിപ്പോ കേറി തുടങ്ങുമല്ലോ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന മാറ്റങ്ങൾ പറഞ്ഞേ, ഈ ഒരു റീൽ അത്രയും വൈറലായപ്പോ. ഇൻസ്റ്റാഗ്രാമില് അങ്ങോട്ട് വരും കേട്ടോ. എനിക്ക് അതുവരെ 1 something ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അത് 5K ആയിട്ടുണ്ട്. പിന്നെ കുറെ മെസ്സേജ് റിക്വസ്റ്റ്, പിന്നെ ഇത് വന്നതിന് ശേഷം അന്ന് കുറെ കമന്റ്സ് വന്നായിരുന്നു. അപ്പൊ അത് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി എല്ലാവർക്കും കമന്റ്സിന് റിപ്ലൈ കൊടുത്തു. കാരണം അവര് ഇഷ്ടത്തോടെ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ. അങ്ങനെ റിപ്ലൈ കൊടുത്ത് എനിക്ക് 24 മണിക്കൂർ ആക്ഷൻ ബ്ലോക്ക് കിട്ടി ഇൻസ്റ്റയില്. അങ്ങനെയൊക്കെ കിട്ടി. കാരണം എനിക്കറിയില്ലല്ലോ അവിടെ വന്ന മാറ്റം. എനിക്ക് പ്രത്യേകിച്ച് ഫോളോവേഴ്സിന് ഒരു 5K. ഞങ്ങളുടെ കൂട്ടത്തില് ഓൾറെഡി സെലിബ്രിറ്റി ആണ്, ആക്ച്വലി ഫാമിലി സെലിബ്രിറ്റി. അങ്ങനെ അടുത്ത ആൾക്കാർ എനിക്കും ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്, മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കും കൂടിയിട്ടുണ്ട്. അതെന്റെ അമ്മയാണ്. അമ്മയ്ക്ക് ആക്ച്വലി ഞാൻ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി കൊടുത്തതായിരുന്നു, ജസ്റ്റ് റീല് കാണാൻ വേണ്ടി മാത്രല്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്നിട്ട് നോക്കുമ്പോ കുറെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അമ്മായി റീലൊക്കെ ചെയ്യട്ടെ. ആന്റി റീലൊക്കെ ചെയ്യും. ഞാൻ റീൽ ചെയ്യും. ഓ അടിപൊളി സൂപ്പർ ആയിട്ട് താജ്മഹലിന്റെ മുന്നിലൊക്കെ നിങ്ങൾക്ക് അതിരപ്പള്ളിയുടെ ഫ്രണ്ടിൽ ഫോട്ടോ വേണോ? ഗാർഡനിൽ ഇരിക്കണോ? പ്രാവിന്റെ മുകളിൽ കയറിയിരിക്കണം. അതൊക്കെ ചെയ്തുതരും. മാരകം. ആന്റിക്ക് എങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ടോ? അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ഫേക്ക് ഐഡി പോലെ ഒരു ഐഡി. ഫേക്ക് ഐഡി അല്ല, പക്ഷെ അത് വിവേകിന്റെ ഒരു ഐഡി ആണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു ഐഡി, പഴയതൊരു ഐഡി. ഓക്കെ, നിങ്ങൾ ആ ഒരു റീലിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒക്കെ വായിച്ചു കാണുമല്ലോ. അതിനകത്ത് ഭയങ്കര എന്താ പറയാ തമാശയായിട്ട് തോന്നിയിട്ടുള്ള എന്താ ആ റീലില് യെല്ലോ കളർ നൈറ്റ് ഇട്ടേക്കുന്നതാണ് അമ്മായി. അപ്പൊ അമ്മായി അതില് എല്ലാവരും തല കുനിക്കുമ്പോ അമ്മായി മാത്രം തല കുനിക്കില്ല. അപ്പൊ ആരുടെ മുമ്പിലും തല കുനിക്കാത്ത എന്റെ ഹീറോ. പിന്നെ അല്ല, ഫുൾ പൈസ കൊടുക്കണ്ട, പണിയെടുത്തിട്ടില്ല. അതൊക്കെയായിരുന്നു. പിന്നെ ക്രോക്സിനെ പറ്റി കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഉണ്ട്, എല്ലാവർക്കും ക്രോക്സ് ആണ്, എല്ലാവരും എടുത്തിട്ട്. എനിക്ക് 10 സൈസ് 10 ആണ്. അതൊക്കെ ഓർമ്മയുണ്ട്. ഇത് ട്രെൻഡിങ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇനി അതാരെങ്കിലും ചോദിച്ചാലോന്ന് വെച്ചിട്ട് ചെരുപ്പിന്റെ സൈസ് വരെ നോക്കി വെച്ചിട്ടുണ്ട്. ഈ എന്താണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ എന്താ പറയണത്? റീലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രായമായവരല്ല ഞാൻ ചോദിച്ചത്, ഇത്തിരി വൈബുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്ത് പറയുന്നു? സെലിബ്രിറ്റി ആയില്ലേ, ഫോളോവേഴ്സ് എത്ര ലൈക്കായി. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും വിളിച്ചു ചോദിക്കും എത്ര ലൈക്കായി. പിന്നെ അവര് ചിലപ്പോ ലൈക്കിന് എണ്ണം നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കും, ഇത്രേ ചിലപ്പോ നമുക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. ഓക്കെ, ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഭയങ്കര എന്താ പറയാ സന്തോഷത്തിലായിരുന്നല്ലോ. അപ്പൊ പിറ്റേ ദിവസം ഇത് ട്രെൻഡിങ് ആയിട്ട് പിറ്റേ ദിവസം വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്താ പറയാ കാണാനൊക്കെ വന്നോ? നമ്മുടെ ഇവിടെ ഒരു ചെറിയ പിള്ളേരുണ്ട്, 2-3 പിള്ളേര് സെറ്റുണ്ടാവും, ചെറുത് ഇത് ഇത്രക്ക് വന്നത്. അപ്പൊ അവരൊക്കെ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരും, ശിവൻ ചോദിച്ചിട്ട്. അപ്പൊ അവര് വയറിലായില്ലേ 1 മില്യൺ മേടിച്ചില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ വീട്ടിൽ കയറി വരും. ചെറുത്, അല്ലാണ്ട് പ്രായമായവരൊന്നുമില്ല. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഡാൻസ് കളിച്ചു പോണം, ഡാൻസ് കളിക്കുക, പാട്ട് പാടുന്ന ആരെങ്കിലും അനശ്വരാഘോഷ് പാടും. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയാനിരുന്നത് അല്ലേ? ഞാൻ ആണോ? ഞങ്ങളുടെ വീഡിയോഗ്രാഫേഴ്സ്. അങ്ങനെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വന്നു. നിങ്ങളിൽ ആരാണ് സ്ഥിരമായിട്ട് ക്യാമറ ചെയ്യുന്നത്? ആ മൈക്കൊന്ന് പിടിച്ചോളൂ കേട്ടോ. സ്ഥിരമായിട്ട് വരെ വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കാറ്. പിന്നെ അന്ന് കുറച്ച് ഉറക്കൊക്കെ വന്ന കാരണം കിടന്നുറങ്ങി. അപ്പൊ പിന്നെ മാമനെടുത്ത് വീഡിയോസ് ഒക്കെ. നീ ഇല്ലാത്തപ്പോ ഇവര് പറഞ്ഞെന്താന്ന് അറിയാമോ? അതുകൊണ്ട് 50 മില്യൺ ആയിന്ന. പക്ഷെ ഇവൻ ഇല്ലെങ്കിൽ ഇവന്റെ മനസ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു
അനുഗ്രഹം കൊടുത്ത് വിട്ടിട്ടുള്ള ആ ഒരു ക്യാമറമാൻ ആണ് ദപ്പുറത്തിരിക്കുന്നത്. അതെ, അനുഗ്രഹം നന്നായി കൊടുത്തു വിട്ടുണ്ട്. ഇനിയും കൊടുത്തു വിടുന്നുണ്ട്. അതെ, ഇനിയും കൊടുത്തു വിടും നമ്മള്. ഇനിയും കൊടുത്തു വിടും. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ആ 50 മില്യൺ വീഡിയോയുടെ എക്സ്പീരിയൻസ്? ഞാൻ മുന്നേ ഇവരുടെ റീൽസിലൊക്കെ ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്. എപ്പൊക്കെ ഞാൻ ഡാൻസ് കളിക്കുന്ന അന്നൊന്നും ഇത് വൈറലാവില്ല. അപ്പൊ ഒന്ന് മാറ്റി പിടിച്ചതാണ് എങ്ങനെ വൈറലാവാന്ന് നോക്കി. ഇവന് വയ്യായിരുന്നു, ക്ഷീണായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്ത് ഏറ്റെടുത്തു. അത് അല്ലാണ്ട് ഇവര് നൈറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചതിന്റെ ഒന്നും അല്ല അല്ലേ? അല്ല, ക്യാമറാമാൻ മാറിയതാണ് അതിന്റെ മില്യൻ അടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതെ, ഞങ്ങളിവിടെ പണിയൊന്നും അതെ, അവരവിടെ വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ കുടുംബശ്രീന്ന് ലോൺ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അത് പറയുമല്ലോ ആൾക്കാര്. അല്ലേ, അത് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ലോൺ കളക്ട് ചെയ്യാൻ വരുന്ന പുള്ളി അടക്കം കമന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ഇവരോട് ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മുതൽ പറയണതാണ് ക്യാമറമാനെ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ നല്ലൊരു ഇൻട്രോ തന്നില്ലേ? ഓക്കെ, എങ്ങനെയാണ് ഇവര് ക്യാമറയുടെ മുമ്പിൽ വല്ല മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ടോ? അത് ചോദിക്കാനാ മെയിൻ ആയിട്ട് വിളിച്ചത്. ഇവര് പറഞ്ഞോ, ഒന്നും നോക്കണ്ട. ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ ക്യാമറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ. പിന്നെന്ന് പറഞ്ഞാൽ മാമന് കുറച്ച് ക്ഷമയുണ്ട്, ഇവന് ക്ഷമയില്ല. പിന്നെ ഇവൻ എല്ലാം പെർഫെക്റ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ പറഞ്ഞു നിൽക്കും. മാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കും. അപ്പൊ അമ്മ വേറെ രക്ഷയില്ലാത്തോണ്ട് 5 പെണ്ണുങ്ങളല്ലേ നിക്കണേ, വല്ലതും പറയാൻ പറ്റുമോ? ഇവരൊക്കെ വൈറലായാലല്ലേ നമുക്ക് നമ്മളെ നാലാളറിയുള്ളൂ. ഓ, എനിക്ക് വയ്യ. ഞങ്ങളുടെ ഫാമിലിയിലെ ക്യാമറാമാൻ ഞങ്ങളാന്ന് പറയാം. ഓ, അത് എല്ലാരുടെ അടുത്തും പറയാറുണ്ട്, ഞാനാണ് ക്യാമറാമാൻ, ഇവരുടെ ഒരു അത് backbone ഞാനാണ്. വീഡിയോന്റെ താഴെ കമന്റ് ഇവൻ തന്നെ കമന്റ് ചെയ്യും. ഇവനെടുത്ത വീഡിയോക്ക് ഇവന്റെ ഒക്കെ കമന്റ് ക്യാമറമാൻ കൊള്ളാം. ഈ ക്യാമറമാൻ എന്നിട്ട് വന്നിട്ടുള്ള ഫോളോവേഴ്സ് മൊത്തം ഹിന്ദിക്കാരായിരുന്നു. എന്താന്നറിയില്ല. അതെന്താ ഹിന്ദിക്കാര്? അത് ട്രെൻഡിങ് റീല് ഹിന്ദി റീല് വല്ലതും ആണോ? നോർത്ത് ഇന്ത്യൻ റീല്? അത് നമ്മുടെ ഇവിടെ മാത്രല്ല, വേറെ ഏതോ കന്നഡയൊക്കെ എഴുതിണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ വായിക്കാൻ അറിയാൻ പാടില്ല. ഓരോ ഫോളോവേഴ്സ് വരുമ്പോ ഞാൻ ആ കൊതിയോടെ ഓടി വരുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടിയാണോ? ഹിന്ദിക്കാരായിരുന്നു. ചേട്ടാ, എനിക്ക് ഇതുപോലെ റീലെടുത്ത് തരുവോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും വന്നോ? അല്ല, പിന്നെ നമുക്ക് മെസ്സേജ് ഒന്നും വരില്ലല്ലോ. വരില്ലല്ലോ. മാമനെ ഏതെങ്കിലും നമുക്ക് പെണ്ണില്ലടാ, അതല്ലേ. നമ്മളെന്തെങ്കിലും റീൽ അയച്ചു കൊടുത്താ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും വെച്ചിട്ടാവും നമ്മള് വല്ല ഏതെങ്കിലും റീല് ഇവര് തന്നെ വല്ലത് അയക്കുന്നതായിരിക്കും അല്ലേ. നമുക്ക് ഈ മെസ്സേജസ് വരുമ്പോ നമ്മള് ആരാണാവെന്ന് ചോദിച്ച് നോക്കുന്ന സമയത്ത് ഇവര് മറ്റേ ഗിവ് അവേക്ക് എന്നെ മെൻഷൻ ചെയ്തു. കൊള്ളാം. അതൊക്കെ അതെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആരെങ്കിലും മെൻഷൻ ചെയ്യുന്നില്ല.